ഊർജ്ജ മുന്നേറ്റം. ഡെൻമാർക്കിന്റെ മോൾട്ടൺ സാൾട്ട് ബാറ്ററിക്ക് 1,00,000 വീടുകൾക്ക് വൈദ്യുതി നൽകാൻ കഴിയും. ഊർജ്ജ ഭൂപ്രകൃതിയെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരു ധീരമായ നീക്കത്തിൽ ഡെൻമാർക്ക് 1,00,000 വീടുകൾക്ക് 10 മണിക്കൂർ വൈദ്യുതി നൽകാൻ കഴിവുള്ള 1 ജിഗാവാട്ട് ഉരുകിയ ഉപ്പ് ബാറ്ററി പുറത്തിറക്കി. സുൽസറുമായി സഹകരിച്ച് ഹൈം എനർജി വികസിപ്പിച്ചെടുത്ത ഈ നൂതന സംവിധാനം വലിയ തോതിലുള്ള ദീർഘകാല ഊർജ്ജ സംഭരണത്തിൽ ഒരു പ്രധാന കുതിച്ചുചാട്ടം കുറിക്കുന്നു. വ്യാവസായിക ഉപോൽപ്പന്നങ്ങളും അത്യന്താപേക്ഷിതമായ താപസംഭരണ സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് രാജ്യങ്ങൾക്ക് ഗ്രിഡ് സ്കെയിലിൽ വിശ്വസനീയമായും സുരക്ഷിതമായും താങ്ങാനാവുന്നതിലും പുനരുപയോഗ ഊർജ്ജം എങ്ങനെ സംഭരിക്കാമെന്ന് ഈ പദ്ധതി കാണിക്കുന്നു. പ്രത്യാഘാതങ്ങൾ. വമ്പിച്ച കാറ്റിലും സൗരോർജ്ജത്തിലും ഇടയ്ക്കിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വ്യവസായത്തെ ഡീകാർബണൈസ് ചെയ്യുന്നതിനും വൃത്തിയുള്ളതും കൂടുതൽ പ്രതിരോധശേഷിയുള്ളതുമായ ഒരു പവർ ഗ്രിഡ് സൃഷ്ടിക്കുന്നതിനും ഇത് താക്കോലായിരിക്കാം. അതിന്റെ കാമ്പിൽ ഉരുകിയ ഉപ്പ് ബാറ്ററി ഒരു തരം താപ ഊർജ്ജ സംഭരണ സംവിധാനമാണ്. എന്നാൽ വൈദ്യുതിയെ രാസ-ഊർജ്ജമായി സംഭരിക്കുന്ന ലിഥിയം അയൺ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിസ്റ്റം താപം സംഭരിക്കുന്നു, പ്രത്യേകിച്ചും വളരെ ഉയർന്ന താപനിലയിലേക്ക് ചൂടാക്കിയ ഉരുകിയ ഹൈഡ്രോക്സൈഡ് ലവണങ്ങളിൽ. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് ഇതാ. പുനരുപയോഗ സ്രോതസ്സുകളിൽ നിന്നുള്ള വൈദ്യുതി കാറ്റ് അല്ലെങ്കിൽ സൗരോർജ്ജം പോലുള്ളവ താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഉരുക്കിയ ഉപ്പിന്റെ താപനില ഏകദേശം 600 ഡിഗ്രി സെൽഷ്യസ് (1112 ഡിഗ്രി ഫാരൻഹീറ്റ്) ആയി ഉയർത്താൻ ആ താപം ഉപയോഗിക്കുന്നു. ചൂടുള്ള ഉപ്പ് 2 ടാങ്കുകളുള്ള ഒരു സംവിധാനത്തിലാണ് സൂക്ഷിക്കുന്നത്, ഒന്ന് ചൂടാകുന്നതിനും മറ്റൊന്ന് തണുത്ത ദ്രാവകത്തിനും. ഊർജ്ജം ആവശ്യമുള്ളപ്പോൾ താപം നീരാവി സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നു, അത് ഒന്നുകിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു ടർബൈനിന് ശക്തി പകരുന്നു, അല്ലെങ്കിൽ താപം ആവശ്യമുള്ള വ്യാവസായിക പ്രക്രിയകളിലേക്ക് നേരിട്ട് നൽകുന്നു. 1 ജിഗാവാട്ട് ഊർജ്ജം സംഭരിക്കുന്നു, 1,00,000 വീടുകൾക്ക് 10 മണിക്കൂർ വൈദ്യുതി നൽകാൻ പര്യാപ്തമാണ്. സഹോൽപാദനത്തിന് താപം വൈദ്യുതി 90% വരെ കാര്യക്ഷമത നൽകുന്നു. 40% വൈദ്യുതി പരിവർത്തന കാര്യക്ഷമത മാത്രം വാഗ്ദാനം ചെയ്യുന്നു. ഇത് ഇപ്പോഴും പല താപ സംവിധാനങ്ങളെയും മറികടക്കുന്നു. 2 ആഴ്ച സംഭരണ ശേഷിയിൽ പ്രവർത്തിക്കുന്നു. ഇത് ഗ്രിഡ് ബാലൻസിംഗിന് അനുയോജ്യമാക്കുന്നു. ഇത് ആശയത്തിന്റെ തെളിവല്ല, ഇത് ഇതിനകം പ്രവർത്തനക്ഷമവും വാണിജ്യപരമായി ലാഭകരവുമാണ്. ഉരുകിയ ഉപ്പ് എന്തുകൊണ്ട് ഒരു ഉപോൽപ്പന്നം പവർഹൌസായി മാറി? ഈ ബാറ്ററിയിലെ പ്രധാന മെറ്റീരിയൽ ഉരുകിയ ഹൈഡ്രോക്സൈഡ് ഉപ്പാണ്. ഇത് ക്ലോറിൻ ഉൽപ്പാദനത്തിന്റെ കുറഞ്ഞ ചെലവും സമൃദ്ധവുമായ ഉപോൽപ്പന്നമാണ്. പല വ്യാവസായിക രാജ്യങ്ങളെയും പോലെ ഡെൻമാർക്കും എല്ലാ വർഷവും ഇത് ടൺ കണക്കിന് ഉത്പാദിപ്പിക്കുന്നു. ഇത് മാലിന്യമായി കണക്കാക്കുന്നതിനുപകരം ഹൈം എനർജി ഇത് ശുദ്ധവും സ്ഥിരതയുള്ളതുമായ ഒരു താപസംഭരണ മാധ്യമമായി ഉപയോഗിക്കുന്നതിനുള്ള ഒരു മാർഗം കണ്ടെത്തി. ഉരുകിയ ഹൈഡ്രോക്സൈഡ് ഉപ്പിന്റെ ഗുണങ്ങൾ. ഉയർന്ന താപശേഷി, ഓരോ വോളിയത്തിനും കൂടുതൽ ഊർജ്ജം സംഭരിക്കുന്നു. തീപിടിക്കാത്തതും വിഷരഹിതവുമാണ്. എളുപ്പത്തിൽ ലഭ്യമാണ്, ഇത് സാമ്പത്തികമായി അളക്കാവുന്നതാക്കുന്നു. വളരെ ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കുന്നു, വൈദ്യുതി ഉൽപ്പാദനത്തിനും വ്യാവസായിക ഉപയോഗത്തിനും അനുയോജ്യമാണ്. ഇത് എത്രത്തോളം കാര്യക്ഷമമാണ്? നമുക്ക് കണക്കുകൾ നോക്കാം. താപവും വൈദ്യുതിയും സഹജനറേഷൻ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ സിസ്റ്റം 80-90% ഊർജ്ജ കാര്യക്ഷമത കൈവരിക്കുന്നു. താപത്തെ വൈദ്യുതിയാക്കി മാത്രം പരിവർത്തനം ചെയ്യുമ്പോൾ ഇത് ഏകദേശം 40% കാര്യക്ഷമത നിലനിർത്തുന്നു. ഇത് പല ഫോസിൽ ഇന്ധന അധിഷ്ഠിത സിസ്റ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നു, അല്ലെങ്കിൽ അതിലും കൂടുതലാണ്. നേരിട്ടുള്ള Q2 ഉദ്വമനം 0 ആയിരിക്കുമ്പോൾ പാരിസ്ഥിതിക കാൽപ്പാടുകൾ വളരെ കുറവാണ്. ഇന്ന് വികസനത്തിൽ ഏറ്റവും കാര്യക്ഷമവും ശുദ്ധവുമായ ഊർജ്ജ സംഭരണ ഓപ്ഷനുകളിൽ ഒന്നായി ഇത് ഉരുകിയ ഉപ്പ് ബാറ്ററികളെ സ്ഥാപിക്കുന്നു. താപ ബാറ്ററികളുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് കാലക്രമേണയുള്ള താപനഷ്ടമാണ്. ഡെൻമാർക്കിലെ ഉരുകിയ ഉപ്പ് ബാറ്ററി 2 ടാങ്ക് സംവിധാനത്തിലൂടെ ഇത് പരിഹരിക്കുന്നു. ഹോട്ട് ടാങ്ക് അധിക വൈദ്യുതി ഉപയോഗിച്ച് ചൂടാക്കിയ ശേഷം ഉയർന്ന താപനിലയിൽ ഉരുകിയ ഉപ്പ് സംഭരിക്കുന്നു. കോൾഡ് ടാങ്ക് ഊർജ്ജം വേർതിരിച്ചെടുക്കുമ്പോൾ താപം കൈമാറ്റം ചെയ്തുകഴിഞ്ഞാൽ ഉപ്പ് നിലനിർത്തുന്നു. നൂതന ഇൻസുലേഷനും ചൂട് നിലനിർത്തൽ സാങ്കേതികവിദ്യയും ഉപയോഗിച്ച് ഈ സംവിധാനത്തിന് കുറഞ്ഞ നഷ്ടത്തോടെ 2 ആഴ്ച വരെ ഊർജ്ജം സംഭരിക്കാൻ കഴിയും. പുനരുപയോഗ ഊർജ്ജത്തിൽ സീസണൽ ഇടിവുകൾ ഉണ്ടാകുമ്പോൾ ഗ്രിഡ് സ്ഥിരതയ്ക്ക് ഇത് അനുയോജ്യമാക്കുന്നു.
യൂറോപ്പിലെ ഏറ്റവും വലിയ ക്ഷീര ഉൽപ്പാദകരിൽ ഒന്നായ ആർല ഫുഡ്സിന് താപ ഊർജ്ജം നൽകുക. കാർബൺ ഉദ്വമനം ഗണ്യമായി കുറയ്ക്കുന്നതിലൂടെ ആർലയുടെ വാതക ഉപഭോഗം 50% കുറയ്ക്കുക. ഊർജ്ജ ചെലവിൽ പ്രതിവർഷം €3 മില്യൺ $3 മില്യൺ ലാഭിക്കുക. വ്യാവസായിക മേഖലകൾക്കുള്ള ഡീകാർബണൈസേഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുക. ഉരുകിയ ഉപ്പ് ഊർജ്ജം വൈദ്യുതിയെക്കുറിച്ചല്ലെന്ന് ഈ പദ്ധതി കാണിക്കുന്നു. ആഗോള2 ഉദ്വമനത്തിന്റെ 20%-ത്തിലധികം വരുന്ന മേഖലകൾക്ക് ഇത് ശുദ്ധവും നേരിട്ടുള്ളതുമായ താപത്തെക്കുറിച്ചാണ്. ആഗോള എഞ്ചിനീയറിംഗ് പവർ ഹൌസായ സുൽസർ ഈ ബാറ്ററിയുടെ പ്രകടനം പ്രാപ്തമാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇവ നൽകുന്നു: ഉയർന്ന താപനിലയും വിനാശകരമായ അന്തരീക്ഷവും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഉയർന്ന കാര്യക്ഷമതയുള്ള ഉരുകിയ ഉപ്പ് പമ്പുകൾ, ഉയർന്ന ഉപ്പ് ഒഴുക്ക് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ഊർജ്ജ നഷ്ടം കുറയ്ക്കുന്നതിനുമുള്ള താപരക്തസംക്രമണ സാങ്കേതികവിദ്യ, ലോകമെമ്പാടുമുള്ള ഗ്രിഡ് ലെവൽ വിന്യാസങ്ങളിലേക്ക് സിസ്റ്റത്തെ സ്കെയിൽ ചെയ്യുന്നതിനുള്ള പിന്തുണ. വലിയ, ദീർഘകാല, കുറഞ്ഞ ചെലവിലുള്ള സംഭരണത്തിന് ഉരുകിയ ഉപ്പ് ഒരു മികച്ച പരിഹാരമാണെന്ന് അതിവേഗം തെളിയിക്കപ്പെടുന്നു. മിക്ക ആളുകളും ഊർജ്ജ സംഭരണത്തെ വൈദ്യുതിയുമായി ബന്ധപ്പെടുത്തുന്നു. എന്നാൽ വ്യവസായം ചൂടിലാണ് പ്രവർത്തിക്കുന്നത്. സ്റ്റീൽ, സിമന്റ്, പേപ്പർ, ഭക്ഷണം, രാസവസ്തുക്കൾ എന്നിവയ്ക്കെല്ലാം നീരാവി അല്ലെങ്കിൽ 150°C-നും 800°C-നും ഇടയിലുള്ള പ്രോസസ് താപം ആവശ്യമാണ്. ഇന്ന് ഈ താപം പലപ്പോഴും പ്രകൃതിവാതകം അല്ലെങ്കിൽ കൽക്കരി ഉപയോഗിച്ചാണ് ഉത്പാദിപ്പിക്കുന്നത്. ഉരുകിയ ഉപ്പ് ബാറ്ററികൾക്ക് ഇതേ താപം വൃത്തിയായും തുടർച്ചയായും നൽകാൻ കഴിയും. വ്യാവസായിക താപത്തെ സ്കെയിലിൽ ഡീകാർബണൈസ് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ യഥാർത്ഥ ചുവടുവയ്പുകളിൽ ഒന്നായി ഇത് ഡെൻമാർക്കിന്റെ പദ്ധതിയെ മാറ്റുന്നു. ആഗോള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണെന്ന് പല കാലാവസ്ഥാ മോഡലുകളും പറയുന്ന ഒന്ന്. ആഗോള ആവർത്തനക്ഷമത. മറ്റു രാജ്യങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമോ? അതെ, അവർ അങ്ങനെ ചെയ്യണം. ഉരുകിയ ഉപ്പ് സംഭരണത്തിന്റെ ഭംഗി ഇതാണ്. അപൂർവ വസ്തുക്കളെ ആശ്രയിക്കുന്നില്ല. നിലവിലുള്ള വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ, ടാങ്കുകൾ, നീരാവി പൈപ്പുകൾ, പമ്പുകൾ ഉപയോഗിക്കുന്നു. മോഡുലാർ ആണ്, അതായത് ഇതിന് കുറച്ചും മുതൽ മൾട്ടിക്യൂ സിസ്റ്റങ്ങൾ വരെ സ്കെയിൽ ചെയ്യാൻ കഴിയും. സൗരോർജ്ജം, കാറ്റ് അല്ലെങ്കിൽ ആണവോർജ്ജവുമായി ജോഡിയാക്കാം. വ്യാവസായിക ഉപ്പോൽപ്പന്നങ്ങളോ വലിയ തോതിലുള്ള പുനരുപയോഗ ഊർജ്ജമോ ഉള്ള ഏതൊരു രാജ്യത്തിനും ഈ സംവിധാനം സ്വീകരിക്കാം. യൂറോപ്പ്, US, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇത് പ്രത്യേകിച്ചും പ്രായോഗികമാണ്. പരമ്പരാഗത താപവൈദ്യുത സംവിധാനങ്ങളെ അപേക്ഷിച്ച് മുൻകൂർ മൂലധനച്ചെലവ് ഇപ്പോഴും കൂടുതലാണ്. പൊതുജനങ്ങളുടെയും നിയന്ത്രണ സംവിധാനങ്ങളുടെയും അവബോധം പരിമിതമാണ്. ദീർഘകാല പ്രകടന ഡാറ്റ ഇപ്പോഴും ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ സംവിധാനങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുന്നതിന് തൊഴിൽ സേന പരിശീലനം ആവശ്യമാണ്. എന്നിരുന്നാലും ഡെൻമാർക്കിന്റെ സംവിധാനത്തിന്റെ വിജയത്തോടെ ആഗോള താൽപര്യം ത്വരിതപ്പെടുത്തുന്നു. ജർമ്മനി, US, ജപ്പാൻ എന്നിവിടങ്ങളിൽ ഉടൻ തന്നെ കൂടുതൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുക. ഉപസംഹാരം. എസ്ബർഗിലെ 1 ഗുഹ ഉരുകിയ ഉപ്പ് ബാറ്ററി വെറുമൊരു എഞ്ചിനീയറിംഗ് നേട്ടത്തേക്കാൾ കൂടുതലാണ്. ഊർജ്ജ ഭാവി എങ്ങനെയായിരിക്കുമെന്നതിന്റെ ഒരു ദർശനമാണിത്. താങ്ങാനാവുന്നത്, സ്കേലബിൾ, സുരക്ഷിതം, കുറഞ്ഞ കാർബൺ, കാര്യക്ഷമം. വീടുകൾക്കും വ്യവസായങ്ങൾക്കും ഊർജ്ജം പകരാൻ മാലിന്യങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സുസ്ഥിരതയും നവീകരണവും ഗ്രിഡ് സ്കെയിലിൽ ഒരുമിച്ച് നിലനിൽക്കുമെന്ന് ഡെൻമാർക്ക് തെളിയിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ ആഗോള ശുദ്ധമായ ഊർജ്ജ പസിലിലെ കാണാതായ കണ്ണി ഉരുക്കിയ ഉപ്പ് മാത്രമായിരിക്കാം.